ആലപ്പുഴ കായംകുളത്ത് ഗതാഗതം തടസ്സപ്പെടുത്തി കുപ്രസിദ്ധ ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷം. കാപ്പ കേസിലെ പ്രതി വിഠോബ ഫൈസലിന്റെ പിറന്നാൾ ആഘോഷമാണ് നടു റോഡിൽ നടന്നത്. പുതുപ്പള്ളി കൂട്ടംവാതുക്കൽ പാലത്തിലായിരുന്നു ആഘോഷം. കൊലപാതക കേസ് പ്രതിയെ ഉൾപ്പെടെ പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതികളുടെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. പലരും ചിരിച്ചുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. ശരത് എസ് നമുക്കൊപ്പം. ശരത് എസ്, ഗുണ്ടകളായാൽ എന്തുമാകാമെന്നാണോ? നടു റോട്ടിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയൊക്കെ ഈ ഗുണ്ടകളെല്ലാം ചേർന്ന് പിറന്നാൾ ആഘോഷിക്കുന്നു. പിടിയിലാകുമ്പോഴും അവർക്കൊരു കൂസലമില്ലല്ലോ. സുജ, ഇന്നലെ രാത്രിയാണ് കായംകുളത്ത് കുപ്രസിദ്ധ ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷം നടു റോട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് കായംകുളത്ത് വാഹനം ഇത്തരത്തിൽ റോഡിലേക്ക് കയറ്റി വെച്ച ശേഷമായിരുന്നു ഈ ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള പിറന്നാൾ ആഘോഷം എന്നുള്ളതാണ്. പുതുപ്പള്ളി കൂട്ടംവാതുക്കൽ പാലത്തിൽ വെച്ചായിരുന്നു പിറന്നാൾ ആഘോഷം നടന്നിട്ടുണ്ടായിരുന്നത്. കുപ്രസിദ്ധ ഗുണ്ടയും കാപ്പ കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയുമായ വിഠോബ ഫൈസൽ എന്നറിയപ്പെടുന്ന ഫൈസലിന്റെ പിറന്നാൾ ആഘോഷമാണ് ഗുണ്ടാ സംഘങ്ങൾ ഒന്നിച്ചെത്തി നടു റോട്ടിൽ ആഘോഷിച്ചിട്ടുള്ളത്. ഈ പരസ്യ മദ്യപാനം ഉൾപ്പെടെ ഈ നടു റോട്ടിൽ വെച്ച് ഇവർ നടത്തിയിരുന്നെന്നും പറയുന്നു. ഈ പാലത്തിലേക്ക് വാഹനങ്ങൾ കയറ്റിയിട്ട ശേഷം പരസ്യ മദ്യപാനം ഉൾപ്പെടെ സംഘങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കായംകുളം പോലീസും കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി ഇവരെ പിടികൂടുകയായിരുന്നു. രാത്രി ഒരു 10:30 കൂടിയാണ് ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ ഈ സംഘത്തിലുണ്ടായിരുന്നവരിൽ നിരവധി പേർ വിവിധ ക്രിമിനൽ കേസുകളിലും മറ്റ് കേസുകളിലും ഒക്കെ തന്നെ പ്രതികളായവരാണ്. കായംകുളത്ത് തന്നെ യുവാവിനെ കാറ് കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ അജ്മൽ ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെയും പിടികൂടിയിട്ടുണ്ട്. ഒപ്പം മറ്റ് നിരവധി കാപ്പ കേസിലും മറ്റ് നിരവധി കേസുകളിലും പ്രതികളായവർ, ഈ മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളായവർ, ഈ പോക്സോ കേസിലും മറ്റ് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ അത്തരം നിരവധി കേസുകളിൽ പ്രതികളായ സംഘമാണ് ഈ പുതുപ്പള്ളിയിൽ ഇത്തരത്തിലൊരു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. പോലീസ് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാത്രി 10:30 കൂടി ഈ സ്ഥലത്തെത്തുകയും പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. ഇവരുടെ വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ അറസ്റ്റ് നടപടികളും പൂർത്തീകരിച്ചു എന്നുള്ളതാണ് പോലീസും പറയുന്നത്.